I thank God that He has given me a chance to come here and worship the Lord at the face of this place. ഇവിടെ കടന്നു വന്ന് ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവത്തിന് ഒരു അവസരം ലഭിക്കാനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. Let us come back to the Word of God. ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. I want to say something about the life of Nehemiah. നെഹമ്യാവിന്റെ ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Let us turn to Nehemiah chapter 1. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം. I want to see some things that we can learn from the life of Nehemiah from the chapter 1 and chapter 2 of Nehemiah. 1-ഉം 2-ഉം അധ്യായങ്ങളിൽ നിന്ന് നെഹമ്യാവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തില് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. We all know who Nehemiah was. നെഹമ്യാവ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Chapter 1 verse 11, the last part. 1-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. Now I was the cupbearer to the king. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. I was the cupbearer to the king. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. Who was Nehemiah? ആരായിരുന്നു നെഹമ്യാവ്? He was the cupbearer to the king. ആ രാജാവിന്റെ പാനപാത്രവാഹകൻ. When we read the first verse of chapter 1, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ here it says, ഇങ്ങനെയാണ് വായിക്കുന്നത്. the words of Nehemiah the son of Tekeliah. Now it happened in the month of Chislev in the 20th year, while I was in Susa, the capital. അക്കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ. So he was in Susa, that was the capital place, and it was 700 miles from Jerusalem. ശൂഷൻ രാജധാനിയിലായിരുന്നു നെഹമ്യാവ് ആയിരുന്നത്. അത് തലസ്ഥാനമായിരുന്നു. യെരുശലേമിൽ നിന്ന് 700 മൈൽ ദൂരെയാണ് ഈ സ്ഥലം. A man who was a cupbearer to the king. അവിടെയുള്ള രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്ന വ്യക്തി. How God used him. എങ്ങനെ ദൈവം അവനെ ഉപയോഗിച്ചു. To build the walls of Jerusalem. യെരുശലേമിന്റെ ആ മതിൽ പണിയുവാനായിട്ട് ദൈവം എങ്ങനെ ഉപയോഗിച്ചു. How far he was from that actual place Jerusalem. യെരുശലേമിൽ നിന്ന് എത്രയോ ദൂരമായിരുന്നു താൻ ആയിരുന്നത്. But God used Nehemiah. എന്നാൽ ദൈവം നെഹമ്യാവിനെ ഉപയോഗിച്ചു. We will see why God used Nehemiah to build this wall. എന്തുകൊണ്ട് ദൈവം നെഹമ്യാവിനെ ഈ മതിൽ പണിക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. When we come to verse 3, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, they said to me, the remnant there in the province who survived the captivity are in great distress and reproach, and the wall of Jerusalem is broken down and its gates are burned with fire. പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. This is what he heard. ഇതാണ് നെഹമ്യാവ് കേട്ട കാര്യം. That the remnant there in the province who survived the captivity are in great distress and reproach, and the walls of Jerusalem is broken down and its gates are burned with fire. ആ പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. മതിലിടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. Many times we hear problems like I have said, the problems of Chhattisgarh. ഛത്തീസ്ഗഡിലെ പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നാം കേൾക്കുന്നവരാണ്. You are around, I think, 2000 kilometers from Chhattisgarh. ഛത്തീസ്ഗഡിന് ഏകദേശം 2000 കിലോമീറ്റർ ദൂരമാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. Can you do something for Chhattisgarh? ഛത്തീസ്ഗഡിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? You can easily do. നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും. You can pray, at least pray. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. You can send delegates to Chhattisgarh. Youngsters can come to Chhattisgarh and see how the evangelists living there. അവിടെയുള്ള സുശേഷന്മാരെ വന്ന് കണ്ട് അവരെ ആ രീതിയിൽ ആശ്വസിപ്പിക്കാനായിട്ട് ഇവിടെയുള്ള യുവ സഹോദരന്മാർക്ക് സാധിക്കും. You can support the evangelists, the local evangelists from here. അവിടെയുള്ള തദ്ദേശീയരായ സുശേഷകന്മാരെ നമുക്ക് ആ രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കും. This is what Nehemiah did. അതാണ് നെഹമ്യാവ് ചെയ്തത്. He was 700 kilometers from the wall of Jerusalem. യെരുശലേമിൽ ഏകദേശം 700 മൈൽ ദൂരെയാണ് നെഹമ്യാവ് ആയിരുന്നത്. It is around 1126 kilometers. 1126 kilometers. 1126 കിലോമീറ്റർ ദൂരെയാണ്. But he had the burden for that Jerusalem. എന്നാൽ യെരുശലേമിനെ കുറിച്ചുള്ള ഭാരം തനിക്കുണ്ടായി. When we come to verse 4, 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, when he heard this word, I sat down and wept and mourned for days, and I was fasting and praying before the God of heaven. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു,
കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞ എന്തെന്നാൽ spiritual ministry starts with prayer. ആത്മീയ ശുശ്രൂഷ പ്രാർത്ഥനയാലാണ് ആരംഭിക്കുന്നത്. Spiritual, again I repeat, spiritual ministry starts with prayer. ഞാൻ അത് ആവർത്തിച്ച് പറയട്ടെ, ആത്മീയ ശുശ്രൂഷ പ്രാർത്ഥനയാലാണ് ആരംഭിക്കുന്നത്. We go to prayer at the last resort, at the last resort. പലപ്പോഴും ഒടുവിലാണ് നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. When we have exhausted all our resources, we go to prayer. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും അവസാനിക്കുമ്പോഴാണ് നാം പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. This lesson we can learn from Nehemiah. ഈ പാഠം നമുക്ക് നെഹമ്യാവിന്റെ ജീവിതത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക. പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക. What result we have seen? എന്താണ് അതിന്റെ ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത്? 52 days. 52 ദിവസം കൊണ്ട്. Just 52 days. 52 ദിവസം കൊണ്ട്. The whole world wall of Jerusalem and the gates were maintained. 52 ദിവസം കൊണ്ട് മതിലുപണി പൂർത്തീകരിച്ചു. ആ വാതിലുകളൊക്കെയും വെക്കുവാനായിട്ട് ഇടയായി. Why? എന്തുകൊണ്ട്? Because Nehemiah prayed. കാരണം നെഹമ്യാവ് പ്രാർത്ഥിച്ചു. This all you can do here. ഇത് നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും. We can pray. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് We സാധിക്കും. can pray for people of India. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് We പ്രാർത്ഥിക്കാം. can pray for perishing souls. നശിച്ചുപോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. This you can easily do. അത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന Let കാര്യമാണ്. it be Nehemiah. നാം നെഹമ്യാവുമാരായി നമുക്ക് തീരാം. So that we can start the prayer and what it is written. I sat down, wept and mourned for days, and I was fasting and praying before the God of heaven. നമ്മൾ വായിക്കുന്നത് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അവൻ കേട്ടു. What he heard? എന്താണ് കേട്ടത്? The walls of Jerusalem is broken down, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. and its gates are burned with fire. വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നു. What he did? എന്ത് ചെയ്തു? He prayed. പ്രാർത്ഥിച്ചു. And how he prayed? എങ്ങനെ പ്രാർത്ഥിച്ചു? With fasting. ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. We often say that fasting and praying is for Pentecostal. നമ്മൾ We don't fast. പലപ്പോഴും ചിന്തിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയും മറ്റ് സഭകൾക്കുള്ളതാണ്. നാം അങ്ങനെ ചെയ്യാറില്ല. No, just Nehemiah is a good example that if you do something for the God and the work we want to do, start with fasting and prayer. എന്നാൽ നെഹമ്യാവിന്റെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയല്ല കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ വേല ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് വായിക്കാം. From verse 5 അഞ്ചാം to വാക്യം verse 11, it's prayer of Nehemiah. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളില് ആ നെഹമ്യാവിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. When we see the 13 chapters of Nehemiah, there are 10 prayers. ഈ 13 അധ്യായങ്ങളിൽ നെഹമ്യാവിന്റെ പുസ്തകത്തില് 10 പ്രാർത്ഥനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. Nehemiah starts with prayer, ends with prayer. നെഹമ്യാവ് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു, പ്രാർത്ഥനയോടുകൂടി അവസാനിച്ചു. The book of Nehemiah starts with prayer and ends with prayer. ഈ പുസ്തകം ആരംഭിക്കുന്നത് പ്രാർത്ഥന കൊണ്ടാണ്, അവസാനിക്കുന്നതും പ്രാർത്ഥന കൊണ്ടാണ്. 5th verse we see, I said, I beseech you, Lord God of heaven, the great and awesome God, who preserves the covenant and loving kindness of those who love him and keep his covenant, let your ear now be attentive and your eyes open to hear the prayer of your servant, which I am praying before you now, day and night, on behalf of the son of Israel, your servant, confessing the sins of son of Israel, which we have sinned against you, and I and my father's house have sinned. 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവം പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചു, നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണം. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. Yes, first he starts, see how he starts with the prayer. He starts, I beseech you, O Lord God of heaven, the great and awesome God. He starts with worship. എങ്ങനെയാണ് നെഹമ്യാവ് പ്രാർത്ഥന ആരംഭിക്കുന്നത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് നെഹമ്യാവ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. I want to see the elements of his prayer from this verse from 5 to 11. ഈ പ്രാർത്ഥനയുടെ വിവിധ ഘടകങ്ങൾ ഈ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് First he starts with praising God. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. Next, second thing, in chapter 6, what we see, on behalf of the sons of Israel, your servant, confessing the sins of sons of Israel, which we have sinned against you, I and my father's house have sinned.
രണ്ടാമത് പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. Yeah. ദൈവസന്നിധിയിൽ ഇസ്രായേൽ മക്കളായി ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയും. I and my father's house have sinned. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. This should be our prayer. ഇത് We all have sinned before God. Is there anyone who can say, I have not sinned after I believe God? Is there anyone? ഇതായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുന്നവരാണ്. But we give the list first. എന്നാൽ ഒന്നാമത് നമ്മുടെ ആവശ്യങ്ങളാണ് നാം ദൈവത്തോട് അറിയിക്കുന്നത്, Not the way. അതല്ല അതിന്റെ ക്രമം. How Nehemiah does it? ഇങ്ങനെയാണ് നെഹമ്യാവ് ചെയ്യുന്നത്. He prays for he and his father's house who have sinned against God to repent, and he repented there. ദൈവമുമ്പാകെ ഞാനും എന്റെ പിതൃഭവനും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അനുദപിക്കുന്ന നെഹമ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 7 verses there, we have acted very corruptly against you and have not kept the commandments, nor the statutes, nor the ordinance which you commanded your servant Moses. 7-ാം വാക്യം, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. He gives his heart out to God. തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. He says everything. We have not done that wrong. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുമ്പാകെ സമ്മതിച്ച് ഏറ്റുപറയുകയാണ്, ഞങ്ങൾ ചെയ്തിട്ടില്ല കർത്താവേ. We should have done this, ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു കർത്താവ്, but we have not done that. എന്നാൽ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്ന് Confess the sins to God. ദൈവത്തിന് മുമ്പാകെ പാപങ്ങൾ ഏറ്റുപറയുക. This is very important if your prayer is to be listened by God. ദൈവനോട് പ്രാർത്ഥന കേൾക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണത്. Confess your sins. പാപങ്ങൾ ഏറ്റുപറയുക. We need to confess again and again. വീണ്ടും വീണ്ടും നാം അത് ഏറ്റുപറയാനായിട്ട് ആവശ്യമുണ്ട്. Come before God. ദൈവസന്നിധിയിലേക്ക് Confess your sins. പാപങ്ങൾ ഏറ്റുപറയുക. Then ministry starts. അതിനെ തുടർന്നാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. Praising God. First ദൈവത്തെ സ്തുതിക്കുക ആദ്യമായി, confessing your sins. പാപങ്ങൾ ഏറ്റുപറയുക, Then your needs. തുടർന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. The way Nehemiah prayed. അങ്ങനെയാണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചതായിട്ട് This is a challenge for us. ഇത് നമുക്കൊരു വെല്ലുവിളിയായിരിക്കുക. How to pray? എങ്ങനെ നാം പ്രാർത്ഥിക്കണം? What should be the series of our prayer? എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ക്രമം? We do like Nehemiah, God will answer, definitely answer our prayer. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് Why God does not answer our prayer? പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുന്നത്? We have unconfessed sin in our life. ഏറ്റുപറയാത്ത അനുദപിക്കാത്ത പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. We say, oh, we have been praying for this matter for so long, but God is not answering our prayer. അനേക നാളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല. Have we confessed our sins? നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞു. Have we confessed our sins? നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? Then ministry comes. തുടർന്നാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. First confess your sins. പാപങ്ങളെ ഏറ്റുപറയുക. This is what Nehemiah said. അതാണ് നെഹമ്യാവ് ഇവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. Verse 9 says, 9-ാം വാക്യം, if you return to me and keep my commandments and do them, through those of you who have been scattered where in the most remote parts of heaven, I will gather them from there and will bring them to the place where I have chosen to cause my name to dwell. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. Verse 10, they are your servants and your people whom you have redeemed by your great power and by your strong hand. 10-ാം വാക്യം, അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. Next, Nehemiah, what is it? He reminds God of his promises. തുടർന്ന് നെഹമ്യാവ് എന്താണ് ചെയ്യുന്നത്? ദൈവത്തോട് ദൈവിക വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്. God has promised them, Israelites. ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, തന്റെ ജനത്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. I will gather them from there and bring them to the place where I have chosen to cause my name to dwell. ഞാൻ അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. And in 11 it says, O Lord, I beseech you, may your ear be attentive to the prayer of your servant,
and the prayer of your servants who delights to revere your name, and make your servant successful today, and grant him compassion before this man. Now I was the cupbearer to the king. അതിന് വാക്യം, കർത്താവേ നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. So what do we learn in chapter 1? എന്താണ് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്? A man who was having a burden of concern for the people. ദൈവിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായിരുന്ന ഒരു വ്യക്തി. A man of burden. വലിയ ഭാരമുണ്ടായിരുന്ന ഒരു വ്യക്തി. God are looking for people who have burden for the God's work. ദൈവിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഭാരമുള്ളവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. Why should have Nehemiah burden for the walls of Jerusalem? എന്തുകൊണ്ടാണ് യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന കാര്യം നെഹമ്യാവിന് അത് ഭാരമായി അനുഭവപ്പെട്ടത്? That too is 700 miles away. 700 മൈൽ ദൂരെ കിടക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് Why should Nehemiah have burden? എന്തുകൊണ്ട് നെഹമ്യാവിന് ഭാരം ഉണ്ടാകണം? But he had burden. എന്നാൽ നെഹമ്യാവിന് ഭാരം ഉണ്ടായി. How do we know? എങ്ങനെ അറിയാം? Verse 4 it says, I heard this voice, I sat down and wept and mourned for days. അവർ വായിക്കുന്ന 4-ാം വാക്യത്തിൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചു. One thing, you want to do ministry, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ first thing you should have a burden for the people. ആ ജനത്തെ കുറിച്ചിട്ടുള്ള ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. If you don't have burden, don't start the ministry. ആ ഭാരമില്ലെങ്കിൽ നാം ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് Burden is very important for ministry. ശുശ്രൂഷയ്ക്ക് ഭാരം വളരെ പ്രധാനപ്പെട്ടതാണ്. Because ministry is very tough. To build the walls is very tough job. ആ മതിൽ വീണ്ടും പണിയുക എന്നുള്ള ആ ദൗത്യം ശുശ്രൂഷ അത് വളരെ പ്രയാസമുള്ളതാണ്. It's a very huge job. അത് വളരെ വലിയ ഒരു ദൗത്യമാണ്. And that too for a cupbearer. അതും ഒരു പാനപാത്രവാഹകനായ വ്യക്തിയെ He is സംബന്ധിച്ചിടത്തോളം not a priest there. അവിടെ ഒരു പുരോഹിതനല്ല, He is not a leader there. അവിടെ ഒരു നേതാവുമല്ല, He is cupbearer to the king. രാജാവിന്റെ പാനപാത്രവാഹകനാണ്. For today's situation, you can see a government servant. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതി He is having that pain. He is having the burden. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഈ ഭാരം ഉണ്ടായത്. God who gives the burden. ദൈവമാണ് ആ ഭാരം നൽകുന്നത്. And see the result. You will see how the job is being done. അതിന്റെ അനന്തരഫലങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെ ആ ദൗത്യം നിർവഹിക്കാനായിട്ട് സാധിച്ചു. There is no burden because the job is very huge. Of a very lot of job has to be done. വളരെ ദൗത്യം ചെയ്യുവാനായിട്ടുണ്ട്, വളരെ വലിയ പണികൾ തീർക്കാനായിട്ടുണ്ട്. It won't finish. You will start now. You will start the ministry. We see hundreds of them. They have started the ministry. They have left the ministry. അനേകര് ശുശ്രൂഷകൾ ആരംഭിക്കും, എന്നാൽ അല്പനാൾ കഴിഞ്ഞിട്ട് അവർ പിന്മാറിപ്പോകും. I praise God for Nehemiah. നെഹമ്യാവിനെ കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Because he prayed, അവൻ പ്രാർത്ഥിച്ചു, he acted, അവൻ പ്രവർത്തിച്ചു. and see to it that in 52 days the wall was fine. മാത്രമല്ല 52 ദിവസം കൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ തക്കവണ്ണം അവനിടയായി. See, if you are starting the ministry, God does not love those person who starts the ministry and after some time because of difficulties, because of problem, they leave the ministry and come back. ശുശ്രൂഷകള് ദൈവം ഏൽപ്പിച്ചത് ആരംഭിച്ചിട്ട് തുടർന്ന് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുമ്പോൾ അത് വിട്ട് പിന്മാറുന്ന ആളുകളെ കുറിച്ച് ദൈവത്തിന് പ്രസാദമില്ല. Consistent effort is to be done. തുടർമാനമായിട്ട് നാം അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ. God's work is not easy. ദൈവിക വേല എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. Man with his efforts can't do it. മനുഷ്യന്റെ സ്വന്തം ശ്രമത്താൽ അത് സാധിക്കില്ല. We need God's hand behind us. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. God's hand was behind Nehemiah. നെഹമ്യാവിന്റെ കൂടെ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു. We need God's hand behind us. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുണ്ട്. There are many tragedies we can see. We see success without God. ദൈവത്തെ കൂടാതെ നമുക്ക് വിജയം Ministry without God. ദൈവത്തെ കൂടാതെ ശുശ്രൂഷ സാധ്യമല്ല. Flourishing. അത് അഭിവൃദ്ധിപ്പെട്ടു എന്ന് വന്നേക്കാം. But the hand of God is not there. എന്നാൽ ദൈവത്തിന്റെ കരം അവിടെ ഉണ്ടായിരിക്കും. A number of ministries like this. അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കുന്നു. That was not the ministry of Nehemiah. എന്നാൽ നെഹമ്യാവിന്റെ ശുശ്രൂഷ അങ്ങനെയുള്ളതായിരുന്നില്ല. He had God backing him. ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. Because he
knew that a cupbearer can never be able to build that wall. ഒരു പാനപാത്രവാഹകന് ഒരിക്കലും ഈ മതിൽ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നെഹമ്യാവിന് അറിയാമായിരുന്നു. He knew that. നെഹമ്യാവിന് അത് അറിയാമായിരുന്നു. We should know. നമുക്കും അത് അറിയാനായിട്ട് With our effort, some work can be done. നമ്മുടെ സ്വന്തം പരിശ്രമത്താൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് But സാധിക്കും. if you want real blessing, എന്നാൽ യഥാർത്ഥ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ people should see God's hand behind you. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുണ്ട്. People should see that there is a great power working behind him. ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ കാണുവാനായിട്ട് ഇടയായിത്തീരണം. If we are doing all of our ministries, our work with our hands only, it won't work like that. എന്നാൽ നമ്മുടെ സ്വന്തം പരിശ്രമത്തിലാണ് നമ്മൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ അത് വിജയകരമായി തീരുകയില്ല. Number of times he is acknowledging God. He is acknowledging God. അനേക ആവർത്തി ഈ കാര്യം നെഹമ്യാവ് അവിടെ ആവർത്തിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. That's what we want. അതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. People will easily see that when God is behind you, they will see the work of God's work in your life. ദൈവം നമ്മോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. You can easily understand. അത് എളുപ്പം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Very easily understand. അത് എളുപ്പം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Whether God's hand is behind you or not. ആ പ്രത്യേക ശുശ്രൂഷയുടെ ബന്ധത്തിൽ ദൈവമാണോ നമ്മെ സഹായിക്കുന്നത് അല്ലയോ എന്നുള്ളത് എളുപ്പം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Second thing what we see about Nehemiah, he took the initiative. രണ്ടാമത്തെ കാര്യം നെഹമ്യാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ അതിനെ മുന്നിട്ടിറങ്ങിയതായിട്ട് വായിക്കും. He took the initiative. അവൻ മുന്നിട്ടിറങ്ങിയാണ്. There was no need for Nehemiah to move to Jerusalem. നെഹമ്യാവിന് ആ യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് ആവശ്യമില്ലായിരുന്നു. He took the initiative because he had a very good job at King's Palace. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ അവന് നല്ല ജോലിയിലായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. He was very comfortable. അവിടെ വളരെ സുഖമായി ജീവിക്കുകയായിരുന്നു. He could have lived easily. അവിടെ സുഖമായി തനിക്ക് ജീവിച്ച് തുടരാമായിരുന്നു. But he took initiative to come to Jerusalem. എന്നാൽ യെരൂശലേമിലേക്ക് വരുവാനായിട്ട് നെഹമ്യാവ് മുന്നിട്ടിറങ്ങിയതായിട്ട് വായിക്കും. As I have already said, it is 700 miles. ഞാൻ നേരത്തെ ഓർപ്പിച്ചുവല്ലോ, 700 മൈലുകൾ ദൂരെയുള്ള സ്ഥലമാണ്. And at an average of 20 miles per day, that was the speed on those days. ആ കാലഘട്ടത്തിലെ ഒരു ദിവസം ഒരു ആൾക്ക് നടക്കാൻ കഴിയുന്നത് ഏകദേശം 20 മൈൽ ദൂരമാണ്. 35 took, it must have, it is not written in the Bible. It must have took 35 days to reach where? Jerusalem. ഏകദേശം 35 ദിവസം വഴിയാത്ര കാൽനടയിൽ നടന്നിട്ട് വേണം യെരൂശലേമിൽ എത്തുവാനായിട്ട്. That's the effort he had put. അതാണ് നെഹമ്യാവ് ഈ കാര്യത്തിന് വേണ്ടി എടുത്ത ശ്രമം എന്ന് പറയുന്നത്. He took the initiative. അതിനുവേണ്ടി നെഹമ്യാവ് മുന്നിട്ടിറങ്ങി. Our problem is that we start with prayer, we pray for that matter, and that's it. പലപ്പോഴും നാം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് പിന്നീട് അത് നാം വിട്ടുകളയുന്നതായിട്ട് നാം We don't do anything apart from it. മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ അതിന്റെ തുടർമാനമായിട്ട് ചെയ്യുന്നില്ല. But he took initiative. എന്നാൽ ഇവിടെ നെഹമ്യാവ് അതിനായിട്ട് മുന്നിട്ടിറങ്ങുന്നതായിട്ട് You have to take initiative. നാം അങ്ങനെയുള്ള ചില ചുവടുകൾ മുന്നോട്ട് വെക്കുവാനായിട്ട് ആവശ്യമുണ്ട്. God is not going to come from up and take you to the world. ദൈവം നമ്മെ ഇറങ്ങി വന്ന് നമ്മെ തള്ളി അങ്ങനെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോവുകയില്ല. No, he don't work us like that. ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. He wants that you take the initiative with faith. നാം വിശ്വാസത്തോടുകൂടെ അതിനുവേണ്ടി ചുവട് വെക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. We know that we have faith. എങ്ങനെയാണ് നമുക്ക് വിശ്വാസമുണ്ട് എന്നറിയുന്നത്? He knew, if God is with me, I can build that wall of Jerusalem. നെഹമ്യാവിന് ഒരു കാര്യം അറിയാം, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യം പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. If God is with me, I can build that wall of Jerusalem. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ യെരൂശലേമിന്റെ മതിൽ പണി പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നെഹമ്യാവ് പറഞ്ഞു. This words of faith we can take from the words of Nehemiah. നെഹമ്യാവിന്റെ ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, If God is with me, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ whatever God say to me, ദൈവം എന്ത് ആവശ്യപ്പെട്ടാലും, if He say to me, go to China and be a minister there, ആ ചൈനയിലേക്ക് കടന്നുപോയി അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടാൽ, or be any other place, അതല്ല ഏതെങ്കിലും സ്ഥലത്തേക്ക് കടന്നു പോകാൻ ആവശ്യപ്പെട്ടാൽ, if you take the initiative, ആദ്യത്തെ ചുവട് വെക്കുന്നുവെങ്കിൽ, and have the faith that He will do it, ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, then God will work
in His plan. ദൈവം തന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് ഇടയാക്കി. So this is very important. This is the things we learn from chapter 1. We come to chapter 2. രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. First was how he prayed. In chapter 1 we see from verse 5 to 11. Then chapter 2 is the practical, how practical he was in doing the work. ഒന്നാം അധ്യായത്തില് നാം എങ്ങനെ നെഹമ്യാവിനെ പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം നാം കാണുകയുണ്ടായി. രണ്ടാം അധ്യായത്തില് എങ്ങനെ അവൻ പ്രായോഗികമാക്കി എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. I don't want to read all that. Just I want to see some portions. ചില വാക്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. Just verse 2 it says, രണ്ടാം വാക്യം, the king said to me, why is your face sad, though you are not sick? This is nothing but sadness of your heart. Then I was very much afraid. രണ്ടാം വാക്യം, രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്, നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു. Why was afraid? എന്തുകൊണ്ടാണ് നെഹമ്യാവ് ഭയപ്പെട്ടത്? At that time, going to king's meeting king with a sad face can have very sad consequences. ആ കാലഘട്ടത്തില് ഒരു ദുഃഖ മുഖത്തോടുകൂടെ രാജാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് വളരെയധികം അനന്തരഫലങ്ങളുള്ള ഒരു കാര്യമാണ്. That too, he was the personal staff of the king. മാത്രമല്ല രാജാവിന്റെ വ്യക്തിപരമായ ഒരു ഉദ്യോഗസ്ഥനാണ്. And having a sad face and going to the king can have a very bad repercussions. അതുകൊണ്ട് ദുഃഖ മുഖത്തോടുകൂടെ രാജാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത് അതിന് ശിക്ഷ വിളിച്ചു വരുത്തുവാൻ മതിയായതാണ്. Even he can lose his life. ഒരു പക്ഷേ മരണം വരെ സംഭവിച്ചേക്കാം. That's why he says, that I was very much afraid. അതുകൊണ്ടാണ് ഇവിടെ നാം വായിക്കുന്നത്, അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു. The burden is being reflected on his face. തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വലിയ ഭാരം അവന്റെ മുഖത്ത് അത് വെളിപ്പെട്ടു. He went with that burden to the king. ആ ഹൃദയഭാരത്തോടു കൂടിയാണ് അവൻ രാജാവിന്റെ സന്നിധിയിലേക്ക് ചെന്നത്. God's world's burden, if we have, it will be reflected on our face. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും നൽകുന്ന ഇങ്ങനെയുള്ള ഭാരങ്ങൾ നമ്മുടെ മുഖത്ത് അത് വെളിവാകുവാനായിട്ട് reflected on what we say. നമ്മുടെ വാക്കുകളിൽ അത് വെളിപ്പെട്ട് വരും. It will be reflected on what we do. നമ്മുടെ പ്രവർത്തികളിൽ അത് വെളിപ്പെട്ട് വരും. People will understand that he has a burden for something. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇദ്ദേഹത്തിന് ഒരു ഹൃദയഭാരം ഉണ്ട് എന്നുള്ളത്. He has a burden for something. ഈ നെഹമ്യാവിന് ഒരു ഹൃദയഭാരം ഉണ്ടായിരുന്നു. He came to know. രാജാവിന് അത് മനസ്സിലായി. That he has a burden for the people. Jerusalem. നെഹമ്യാവിന് ഇങ്ങനെ ഒരു ഹൃദയഭാരം ഉണ്ട് എന്നുള്ളത് രാജാവിന് മനസ്സിലായി. So one verse I want to read, Hebrews chapter 6 verse 12. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. Hebrews chapter 6 verse 12. നന്ദിയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. So it here saying, so that you will not be sluggish, but imitators of those who have faith and patience inherited the promise. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. We should not be sluggish. നാം മന്ദതയുള്ളവരാകുവാനായിട്ട് ആവശ്യമില്ല. General tendency of man is what he is sluggish for. പൊതുവെ ആളുകളൊക്കെ മന്ദതയുള്ളവരാണ്. Most of them, I am not going 100%. Most of the people, they are sluggish people. മിക്കവാറും ആളുകൾ ഈ മന്ദത ഉള്ള അവസ്ഥയിലാണ്. But what here we see, we have to leave our sluggishness. നാം ആ മന്ദത വിട്ട് മാറുവാനായിട്ട് ആവശ്യമുണ്ട്. See the life of Nehemiah. നെഹമ്യാവിന്റെ ജീവിതം നോക്കുക. He left the comfort of that palace. ആ രാജധാനിയിലെ ആ സുഖ സൗകര്യങ്ങൾ അവൻ വിട്ടു. Maybe God wants that we should leave the comfort of our home. ഒരുപക്ഷെ ദൈവം നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ വിട്ടു പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. He left that. അവനത് വിട്ടു. It's a great thing to do for the Lord. ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ടുള്ള വലിയ ഒരു ചുവടുവെപ്പായിരുന്നു അത്. God will honor it. എന്നാൽ ദൈവം അത് മാനിച്ചു. If you leave your home, നാം നമ്മുടെ ഭവനങ്ങളെ leave your family, or you leave everything for the Lord, നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും വിട്ടാൽ God will honor that. ദൈവം ആ കാര്യത്തെ മാനിക്കുന്നവരാണ്. So here we see that action, how we went before the king, and verses 4 is there. Then the king said to me, what would you request? So I prayed to the God of heaven. So
4-ാം വാക്യം നമ്മൾ വായിക്കുന്ന രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. See, he is praying again in the front of, maybe he must be in his heart. He is praying. ആ രാജാവിന്റെ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് അവിടെ വെച്ച് തന്നെ ഹൃദയത്തിൽ നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. You can use these tools anywhere. പ്രിയമുള്ളവരെ, നമുക്ക് ഇത് ഏത് സന്ദർഭത്തിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. Going for an interview, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ just say 2 minutes prayer. 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. സഹായിക്കണേ പിതാവേ. God will honor that. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവരാണ്. It is said that some God's man has said like that. The greatest remedy of man is not unanswered prayer, but unoffered prayer. ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ടായി, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതല്ല, unoffered, പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളാണ്. We are not offered prayer. നാം പ്രാർത്ഥിച്ചിട്ടില്ല ദൈവത്തോട്. We are not prayed. നാം പ്രാർത്ഥിച്ചിട്ടില്ല. God answered our prayer. We are not at first when we have prayed. നാം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് മുമ്പായിട്ട് നാം പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Nehemiah prayed. നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. What result we get? I am not going to read that. You can see from verse 1 to 10. You can 1 to 9. You can see the result of the prayer when the king accepted his proposal and he agrees to send him to Jerusalem. 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ എങ്ങനെ ദൈവം നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി എന്നുള്ളത്, തന്റെ ആവശ്യം രാജാവ് അംഗീകരിച്ചു, അവന് യെരൂശലേമിലേക്ക് പോകാനായിട്ട് അനുവാദം കൊടുത്തൊക്കെ നമുക്ക് വായിച്ചു വരാൻ സാധിക്കും. Who will send his personal staff away? ആരാണ് തന്റെ വ്യക്തിപരമായ ഒരു ഉദ്യോഗസ്ഥനെ മറ്റ് കാര്യങ്ങൾക്കായിട്ട് അയക്കുന്നത്? That to a cupbearer to the king. രാജാവിന്റെ പാനപാത്രവാഹകനാണ്. He is sending to Jerusalem. അവനെ യെരൂശലേമിലേക്ക് അയക്കുകയാണ്. Any king will accept this to send his cupbearer to Jerusalem. ഏതെങ്കിലും ഒരു രാജാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ, അനുവാദം കൊടുക്കുമോ? That's the power of prayer. അത് പ്രാർത്ഥനയുടെ ശക്തിയല്ലാതെ മറ്റൊന്നുമല്ല. Impossible things are possible through prayer. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് പ്രാർത്ഥന. When we have heard n numbers of sermons on prayer, still prayer remains the priority number 1. നാം എത്ര തന്നെ പ്രാർത്ഥനയെ കുറിച്ചുള്ള സന്ദേശങ്ങൾ കേട്ടാലും പ്രാർത്ഥനയാണ് ഒന്നാമത്തെ കാര്യം. Be a prayerful man or woman. നാം പ്രാർത്ഥനാ വീരന്മാരായി നമുക്ക് തീരാം. Great things are done through prayer. പ്രാർത്ഥനയാൽ വൻകാര്യങ്ങൾ സാധിക്കും. Again I am repeating that all spiritual ministry starts with prayer. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എല്ലാ ആത്മീയ ശുശ്രൂഷകളും പ്രാർത്ഥനയാലാണ് ആരംഭിക്കുന്നത്. And verse 10 10-ാം വാക്യം says, and Sanballat and the Hormite and Tobiah, the Ammonite, officially heard about it, and it was displeasing to them that someone had come to seek the welfare of the sons of Israel. ഓരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. That someone has come to seek the welfare of the sons of Israel. ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത്. What words is this? എന്തൊരു വാക്കുകളാണോ നമുക്ക് കാണാൻ സാധിക്കും. Seek the welfare of the sons of Israel. Someone has come. ഇസ്രായേൽ മക്കൾ ഗുണം ചെയ്യുവാനായിട്ട് ഒരാൾ വന്നു. He stood for the Israelites. നെഹമ്യാവ് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി നിന്നു. He could have easily criticized the Israelites. ഇസ്രായേൽ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് തനിക്ക് നിൽക്കാമായിരുന്നു. Easily criticized Israelites. ഇസ്രായേൽ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് തനിക്ക് നിൽക്കാമായിരുന്നു. But here he went to that Jerusalem. എന്നാൽ ഇവിടെ ഇതാ അവൻ യെരൂശലേമിലേക്ക് എത്തി എന്ന് നമ്മൾ വായിക്കും. And you know how many years this wall was in this state? എത്ര നാള് ഈ പുതുക്കി പണിത മതില് ആ രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 140 to 150 years it was burned condition. 150 വർഷങ്ങള് അത് നശിച്ച അവസ്ഥയിലായിരുന്നു. It was in the burned condition, 140 to 150 years in that condition. 140-150 വർഷങ്ങള് അതങ്ങനെ നശിച്ചു കിടക്കുകയായിരുന്നു യെരൂശലേമിന്റെ മതിലുകള്. Nobody took the challenge. ആരും അത് ഏറ്റെടുത്തില്ല. Who built that wall for this many years? ഇത്രയും വർഷം, ഇത്രയും കാലഘട്ടം
അത് പണിയാനായിട്ട് ആരും ആ രീതിയിൽ അത് മുന്നോട്ട് വന്നില്ല. Nobody took the burden to have built this wall. ഈ കാര്യം ഈ മതിൽ പണിയാനായിട്ട് ആരും അതിനുള്ള ചുമതല എടുത്തില്ല. Great lessons we can learn. അതിൽ നിന്ന് അനേക പാഠങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ടുണ്ട്. We can see broken walls everywhere. അനേക സ്ഥലങ്ങളിൽ നമുക്ക് തകർന്നു കിടക്കുന്ന മതിലുകൾ കാണുവാനായിട്ട് Broken families are there. തകർക്കപ്പെട്ട Families കുടുംബങ്ങള്, are there. Broken churches are there. തകർക്കപ്പെട്ട സഭകള്, Broken relationships are there. തകർക്കപ്പെട്ട ബന്ധങ്ങള്. We see brokenness everywhere. അനേക സ്ഥലങ്ങളിൽ നമുക്ക് തകർച്ച കാണുവാനായിട്ട് സാധിക്കുന്നു. Can you do something for them? അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? You can easily criticize them. That's the first thing we can easily do. നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് കഴിയുന്നത് കുറ്റം പറയുക എന്നുള്ളതാണ്. He was not like that. He was like that. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കുറ്റം പറയാനായിട്ട് സാധിക്കും. But we pray for that. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമോ? God is looking for people who will pray for Jerusalem. യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ദൈവം God നോക്കിക്കൊണ്ടിരിക്കുന്നത്. is looking for people who will take the step for making that wall. ആ കാര്യത്തിന് വേണ്ടി ആദ്യത്തെ ചൂട് വെക്കുന്ന ആളുകളെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. People are looking for this people. ഇങ്ങനെയുള്ള ആളുകളെയാണ് ജനവും It നോക്കിക്കൊണ്ടിരിക്കുന്നത്. can be men, it can be women. It is not only for men specific. It can be man or woman. ഇത് സഹോദരന്മാർക്ക് മാത്രമുള്ള കാര്യമല്ല, സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരുപോലെ ചെയ്യാവുന്ന കാര്യമാണ്. There is brokenness everywhere. എല്ലാ മേഖലകളിലും നമുക്ക് തകർച്ച കാണാനായിട്ട് You സാധിക്കും. can play a very important role in the lives of other people. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. Start with prayer. പ്രാർത്ഥനയോടുകൂടി Pray ആരംഭിക്കുക. for the broken families. തകർക്കപ്പെട്ട കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. And you will see that it will have a great impact on the family. ആ കുടുംബത്തിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. See what the result we see. എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്ന ഇതിന്റെ ഫലം? 52 days only. 52 ദിവസം കൊണ്ട് The whole wall is being renewed. ആ മതില് പുതുക്കി പണിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. The gates that were burned is come to the original thing. ആ തീ വെച്ച് ചുട്ടുകിടന്ന വാതിലുകൾ വീണ്ടും അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. Just 52. 52 ദിവസം കൊണ്ട് Cup bearer. ആ പാനപാത്രവാഹകൻ How can a cup bearer can build this long wall with only 52 days? എങ്ങനെയാണ് ഒരു പാനപാത്രവാഹകൻ ഇത്രയും വിസ്താരമായ ഒരു മതിൽപണി 52 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്? Was very heavy. വലിയ ദൗത്യമായിരുന്നു. They worked like anything. അവരെ വളരെ കഠിനാധ്വാനം ചെയ്തു. Only then that was the result. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഫലം ലഭിക്കുകയുള്ളൂ. Here we see there is no miracle of God. ഇവിടെ Did we see any miracle here? ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് No miracle is there. അങ്ങനെയുള്ള അത്ഭുതം ഒന്നും ദൈവം പ്രവർത്തിച്ചതായിട്ട് കാണുന്നില്ല. Nothing. ഒന്നുമില്ല. Only hard work. അധ്വാനം മാത്രം. And hard work results in great restoration of the wall. ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആ മതിൽ പുതുക്കി പണി എന്നതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We will see that two people here and in 19 verse 19 we see, and when Sanballat the Hornite and Tobiah the Ammonite official and Geshem the Arab heard it, they mocked us and despised us and said, "What is this thing you are doing? Are you rebelling against the king?" 19-ാം വാക്യം, എന്നാൽ ഹോരനായ സൻബല്ലത്തും തോബിയാവും ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിക്കാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. Be ready for the opposition. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ നേരിടാനായിട്ട് നാം ഒരുക്കമുള്ളവരാണ്. Spiritual ministry. നാം ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്നുവെങ്കിൽ Don't ever believe that it will be a bed of roses. അത് സുഖകരമായ ഒരു യാത്രയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. You can go home and read the whole Nehemiah, how they were tortured. എങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോയത് എന്നുള്ളത് There will be oppositions. Make your mindset like that. There will be opposition. തീർച്ചയായും പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം. Don't ever believe that I am in God's ministry. There will be no opposition. We will have a bed of roses. നാം ദൈവിക ശുശ്രൂഷയിലാണ്, സുഖകരമായി മുമ്പോട്ട് പോകാമെന്ന് ആരും ചിന്തിക്കരുത്. So you can learn from this. And what in verse 20, what Nehemiah said to them. So I answered them and said to them, the God of heaven will give us success. Therefore, we, his servants, will arise and live. But you have no portion, right or memorial in Jerusalem. 20-ാം വാക്യം, അതിൽ ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം
ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. See how wonderful verse is there. First part is there. The God of heaven will give us success. ഒന്നാമത് അവിടെ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. I will have success because God of heaven will give us success. സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചത്. I am not having success because I am very mentally strong or I am very knowledgeable person. കാര്യം സാധ്യമാകാൻ പോകുന്നത് എന്റെ കഴിവുകൊണ്ടോ എനിക്ക് അറിവുള്ളത് കൊണ്ടോ അല്ല. And it is written, therefore we his servants will rise and pray. ആകയാൽ അവരുടെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. And rise and pray. എഴുന്നേറ്റ് പണിയുക. This is the word I want to tell you. ഇതാണ് നിങ്ങളോട് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. Rise and pray. എഴുന്നേറ്റ് പണിയുക. Yes, this is the time not to stay very long. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരുവാനായിട്ടുള്ള സമയമല്ല ഇത്. We have slept a very long time. നാം അനേക സമയങ്ങൾ അങ്ങനെ നാം കളഞ്ഞു. 140 to 150 years was there in the same ruined condition of walls of Jerusalem. ആ യെരൂശലേമിന്റെ മതിലുകൾ തകർന്നു കിടന്ന അവസ്ഥയിൽ 140 150 വർഷങ്ങൾ ആ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. But it is the time it is written, arise. His servant will arise and pray. എന്നാൽ ഇവിടെ വായിക്കുന്ന ആകയാൽ അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. This is I want to end my sermon is that let us arise from our position. We have been sleeping in that position for a very long time, but now is the time has come. ഉള്ള ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ മന്ദതയുള്ളവരായിരിക്കാതെ എഴുന്നേറ്റ് പണിയുവാനായിട്ട് ഉള്ള സമയമായിരിക്കുക. A lot of God's work needs to be done. അനേക പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. Lot of God's work needs to be done. ദൈവിക വേല പൂർത്തീകരിക്കാനായിട്ടുണ്ട്. And the time is very short. സമയം വളരെ കുറവാണ്. God can come in any time. കർത്താവിന്റെ വരവ് മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. But before his coming, എന്നാൽ അവൻ മടങ്ങി വരുന്നതിന് മുമ്പായിട്ട് arise and pray. എഴുന്നേറ്റ് പണിയുക. Thank you. We thank the elders of this assembly for giving me the time to share the work from the main thing. ദൈവത്തെ സൂക്ഷിപ്പാൻ എനിക്ക് അവസരം നൽകിയ സഭയോടുള്ള നന്ദിയും അറിയിക്കുന്നു.